ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂപ്പിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ 9th മൊബൈൽ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമുക്ക് നമ്മളുടെ കോൺട്രാക്ട് ടിക്കറ്റ് വഴി പ്ലേയേഴ്സിന് എടുക്കാൻ വേണ്ടി നമ്മുടെ കൊണാമി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ നമ്മളൊരു പൂ ചോദിച്ചപ്പോൾ ഒരു പറയും തരാത്തൊരവസ്ഥയാണ് നമ്മുടെ കൊണാമി ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വട്ടം നമ്മുടെ 8th മൊബൈൽ ആനിവേഴ്സറിക്ക് നല്ലൊരു കിഡിലൻ എപ്പിക് ഫ്രീ പാക്കാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതുപോലെ കൊണ്ടുവരികയായിരിക്കും. ഓൾറെഡി കൊണാമി പറഞ്ഞായിരുന്നു ഷോർട്ട് ടൈമാണ് വരാനത്, എങ്കിൽ കൂടിയും കഴിഞ്ഞ വട്ടം മുൻകൂട്ടി ഇവർ പറഞ്ഞായിരുന്നില്ല ഈ എപ്പിക്ക് വരുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആഗ്രഹിച്ചിരുന്നു എപ്പിക്ക് വരുമെന്ന്, പക്ഷെ കൊണ്ടുപോകുന്നില്ല ഗൈസ്. കൊണ്ടുപോകുന്നത് അവർ പറഞ്ഞ പോലെ തന്നെ ആ 4 രാജ്യങ്ങളിൽ 4 പ്ലേയേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. ആ രാജ്യങ്ങളിൽ ഓരോരോ പ്ലേയേഴ്സ് വെച്ചിട്ട് 4 പേരാണ്. ഇപ്പോൾ ഷോർട്ട് ടൈം വേൾഡ് വൈഡ് വേണ്ടിയിട്ടാണ് ആ പാക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി 28-ാം തീയതി കഴിഞ്ഞിട്ടാണ് ഇതിൽ നിന്നൊരു പ്ലെയർ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. അതും 4 പ്ലേയേഴ്സിനെ അവർ കൊണ്ടുപോകുന്നുണ്ട്. ഒരു നമ്മുടെ ജർമ്മനിയിൽ നിന്ന് കിമിച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആളുടെ സ്കില്ല് പറയുന്നത് വിഷണറി പാസ്സാണ്. അതുപോലെ തന്നെ ലോങ് റീഡ് ടാക്ട് പറഞ്ഞ സ്കില്ലായിട്ട് നമ്മുടെ നിക്കോറിയിൽ ഇംഗ്ലണ്ടിലത്തെ പ്ലെയറാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിക്കുന്നത്, മൂപ്പരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മത്യൂസ് ഡിലൈറ്റ് നമ്മുടെ നെതർലാൻഡ്സിൻ്റെ പ്ലെയർ ഏരിയൽ ഫോർട്ട് പറഞ്ഞ സ്കില്ലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൊഗ്ലു എന്താ പറഞ്ഞിട്ടൊരു ചങ്ങായി ഉണ്ട്, കൊഡുഗ്ലു. സോ ആൾ വന്നിരിക്കുന്നത് എഡ്ജർ കോസിങ് സ്കില്ലായിട്ട് നമ്മുടെ തുർക്കിയിലത്തെ. അപ്പോൾ ഈ 4 പ്ലേയേഴ്സാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും 28-ാം തീയതി കഴിഞ്ഞിട്ട് നമ്മളുടെ ആ മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു പ്ലെയർ എടുക്കാൻ പറ്റും. അപ്പോൾ അതിലത്തെ പ്ലെയേഴ്സിൻ്റെയൊക്കെ നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പറ്റുമോ. അതായത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്ലേയേഴ്സിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ കുറേ പ്ലേയേഴ്സൊക്കെ നമുക്ക് മുമ്പ് വന്ന പ്ലേയേഴ്സിൻ്റെ സാദൃശ്യം പോലുള്ള ഒരു പ്ലേയേഴ്സൊക്കെ ഉണ്ട്. സാദൃശ്യം വെച്ചാൽ അതേ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ആർക്കും അങ്ങനെ മിസ്റ്റേക്ക് വരുത്തണ്ട. അപ്പോൾ ഒറ്റയടിക്ക് ഇത് നോക്കി കഴിഞ്ഞാൽ കിമിറ്റും ഡിലൈറ്റാണ് ഫാൻ ബേസ് നോക്കുമ്പോൾ വെച്ചാൽ ഒന്നുകൂടി ഫെമിലിയർ ഫേസ് ആയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരും അതിന് പോകാനാണ് ചാൻസ്. പക്ഷേ ബ്ലെൻഡർ അടിക്കാൻ വരട്ടെ, ഇതിൽ കുറച്ച് പണിയും ഒളിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇതിലത്തെ പ്ലേയേഴ്സിൻ്റെ ഒക്കെ ബെസ്റ്റ് പ്ലെയർ പ്രോഗ്രഷൻ ഡീറ്റെയിൽഡായിട്ടൊരു റിവ്യൂ. ഓക്കെ, സോ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ അതിന് നമുക്ക് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇതാ കിമിച്ചിൻ്റെ എടുക്കാം തന്നെ കേട്ടോ. സോ കിമിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കിമിച്ച് വന്നിരിക്കുന്നത് ഓർക്കസ്ട്രേറ്റർ പ്ലേ സ്റ്റൈലുള്ള പ്ലെയർ ആയിട്ടാണ്. ഇപ്പോൾ മൂപ്പരുടെ മെയിൻ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളൊരു വെർട്ടിസൈൽ പ്ലെയറാണ്. ഓക്കെ, അതായത് ആൾ CMF കളിക്കും, DMF കളിക്കും. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് ബാക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെയും കളിക്കും. അപ്പോൾ മെയിനായിട്ട് ആളുടെ സാധാ പ്രോഗ്രഷൻ അപ്പോൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളുടെ മെയിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓർക്കസ്ട്രേറ്റർ അറിയാലോ നമുക്ക് മിഡ്ഫീൽഡ് ആ നേരത്ത് ഡിഫെൻസീവിലും ഒഫൻസീവിലും ഒരേപോലെ കഴിവുള്ള ഒരു പ്ലെയറാണ് ഈ ഓർക്കസ്ട്രേറ്റർ കിമിച്ച് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു എപ്പിക്കിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സാബിലൻസോ അതുപോലെ തന്നെ നമ്മുടെ പിർലോ പിന്നെ മത്യൂസൊക്കെ അല്ലേ, ആ ലെവലൊരു പെർഫോമൻസ് തരുന്ന രീതിയിലുള്ള ഒരു പ്ലെയറാണ് നമ്മുടെ കിമിച്ച്. ഇപ്പോൾ കിമിച്ചിൻ്റെ ആ പൊസിഷനിൽ അതായത് സെൻട്രൽ മിഡ്ഫീൽഡും അതുപോലെ തന്നെ DMFലും കിഡിലിനായിട്ട് കളിപ്പിക്കാൻ വെച്ചൊരു കാർഡാണിത്. അതുപോലെ തന്നെ ഇപ്പോൾ റൈറ്റ് ബാക്ക് ഇടുകയാണെങ്കിൽ ആൾ നൺ പ്ലേയിങ് സ്റ്റൈലായിരിക്കും, പക്ഷേ നല്ല രീതിക്ക് ഡിഫെൻസീവ്ലി സ്റ്റാറ്റ്സുള്ള ഒരു റൈറ്റ് ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഡിഫെൻസീവ്ലി ആയിക്കോട്ടെ, അതുപോലെ തന്നെ പാസിങ് ആയിക്കോട്ടെ, സ്പീഡ് ആക്സലേഷനൊക്കെ കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും റൈറ്റ് ബാക്കിനുള്ള പ്രോഗ്രഷൻ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ല പ്രോഗ്രഷൻ. അപ്പോൾ അവിടെയും കളിപ്പിക്കാൻ പറ്റിയൊരു നല്ല കാർഡ് നമ്മളുടെ കിമിച്ചിൻ്റെ പറയണത്. അപ്പോൾ ഇതുവരെ നമുക്ക് ഫ്രീ വന്ന കാർഡ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ സാബിയലൻസ് മാത്രമാണ് ഇതുപോലൊരു ഇതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് മിഡ്ഫീൽഡിൽ. ഓക്കെ, പാസിങ്ങും അതുപോലെ തന്നെ ഡിഫെൻസീവ്ലി കേപ്പുളിച്ച് ഡിഫെൻസീവ്ലി സാബീനായിട്ടും കൂടുതലുണ്ട് പറയുന്നതിന്, പിന്നെ സ്പീഡ് ആക്സലേഷനൊക്കെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആളെ റൈറ്റ് ബാക്കിലൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് ഓപ്ഷൻ അതുപോലെ തന്നെ DMF ഓപ്ഷൻ, അതായത് ഒരു ആങ്കർമാൻ്റെ ഒപ്പം ഇടാൻ പറ്റിയൊരു DMF ഇല്ല. ഇപ്പോൾ നമുക്ക് മുമ്പ് മാക്കലസ്റ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ മറ്റേ ഫൈനലിസ്മയുടെ ഭാഗമായിട്ട്, പക്ഷേ ഫൈനലിസ്റ്റ് നടന്നില്ല, പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് പാക്ക് വന്നായിരുന്നു. അപ്പോൾ അതിലൊക്കെ കുറേ പേര് മാക്കിനൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ മാക്കിനൊക്കെ എടുത്തിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് വലിയൊരു ഇതല്ല, ആവശ്യമില്ല എന്ന് പറയുള്ളൂ. എങ്കൂടി നിങ്ങൾക്ക് ഒരു യൂസും കൂടിയുണ്ട്, റൈറ്റ് ബാക്ക് ആയിട്ടും ഈ പ്ലെയറെ യൂസ് ചെയ്യുക, ആ പ്രോഗ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതൊരു പെർഫെക്റ്റ് ഇതായിരിക്കും കേട്ടോ, റീപ്ലേസ്മെൻ്റ് ആയിരിക്കും ആ റൈറ്റ് ബാക്കിലും. അപ്പോൾ മൂപ്പരെ ഫോം നോക്കുകയാണെങ്കിൽ അൺവെയറിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് സീനില്ല, സെറ്റായിട്ട് തന്നെ കളിപ്പിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഷോർട്ട് ടൈം പറയുമ്പോൾ കണ്ടീഷനാണ് മെയിൻ പ്രശ്നം. റിയൽ ലൈഫിൽ എങ്ങനെ പെർഫോം ചെയ്യണോ അതിനനുസരിച്ചാണ് നമ്മുടെ ഗെയിമിലും ആളുടെ ഫോം ഉണ്ടാവുക. ഇപ്പോൾ മോശം പെർഫോമൻസ് ആണെങ്കിൽ ഡീലൊക്കെ പോയി കിടക്കും. അപ്പോൾ മിക്കപ്പോഴും നമ്മുടെ കിമിച്ചൊക്കെ നല്ല പെർഫോമൻസാണ് തരാറ്. അപ്പോൾ നല്ല കാർഡഞ്ഞാണ്, അത്യാവശ്യം കിടലിനാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് വെച്ച് എന്തായാലും ബെസ്റ്റ് പ്ലെയർ പ്രൊഷൻ ഫോർ DMF ഞാൻ എന്തായാലും പറഞ്ഞുതരാം. സോ DMFൽ നോക്കുകയാണെങ്കിൽ ഇത് ഈ പ്രോഗ്രഷനാണ് അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. സോ 5 പാസിങ്, 4 ഡ്രിബിളിങ്, 4 ഡിക്സ്റ്റാരിറ്റി, 11 ലോബോട്ട് സ്ട്രെങ്ത്, 4 ഏരിയയിൽ, 11 ഡിഫെൻഡിങ്. സോ പിന്നെ ആൾക്ക് അഡീഷണൽ ആയിട്ട് വേണ്ട സ്കിൽസും കൂടി ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് ലോ ലോഫ്റ്റഡ് പാസ് വേണം, ട്രാക്ക് ബാക്ക് വേണം, ബ്ലോക്കർ വേണം, മാൻ മാർക്കിങ് വേണം, ഏരിയൽ സൂപ്പർജ് വേണം.
അപ്പോൾ ഇത്രയും സ്കിൽസും കൊടുത്തു കഴിഞ്ഞാൽ ആൾ പെർഫെക്റ്റ് ആണ്. എന്തായാലും നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ട ഒരു കാർഡാണ് നമ്മുടെ കിമിച്ചിനെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും രണ്ടാമത്തെ പ്ലെയറിൻ്റെ ഡീറ്റെയിൽ റിവ്യൂലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇനി നമ്മളുടെ ഇതിലത്തെ രണ്ടാമത്തെ പ്ലെയറാണ് നമ്മുടെ നിക്കോ റിലി. സോ നിക്കോ റിലി അറിയാലോ, നമ്മളെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്ലെയറാണ്. ഞങ്ങൾക്ക് ഇട്ടൊക്കെ നല്ല പണിതുണ്ട്, റയലിനായിക്കോട്ടെ ആഴ്സണലായിക്കോട്ടെ നല്ല പണി അതിരിക്കരുത്. അപ്പോൾ ആളൊരു കിഡ്ലം പ്ലെയറാണ്, യങ് പ്ലെയറാണ്, ഒരു 20 വയസ്സുള്ളൂ കേട്ടോ. അപ്പോൾ ചെങ്ങായിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഫുട്ബോൾ ഇതുവരെ വന്നതിൽ ഒരു വെറൈറ്റി ആളായിട്ടാണ്. ഓക്കെ, വേറെ ഒന്നല്ല, ആളൊരു ലെഫ്റ്റ് ബാക്ക് ഫുൾ ബാക്ക് ഫിനിഷറായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആൾ കളിക്കണ പൊസിഷൻസൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ലെഫ്റ്റ് ബാക്ക്, അതുപോലെ തന്നെ CMF AMF പൊസിഷൻ. അപ്പോൾ ഇങ്ങനെ എനിക്ക് ലെഫ്റ്റ് ബാക്ക് ഒരു ആളായിട്ട് വന്നിരിക്കുക ഓർമ്മയില്ല. ഇവിടെ ഗുള്ളിച്ചിനൊക്കെ പല രീതി അറ്റാക്കിങ്ങിലൊക്കെ എല്ലായിടത്തും കളിക്കുന്ന രീതിക്ക് ഉണ്ട്. പക്ഷേ ഇങ്ങനെ വരുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആണ്. ആരെയൊക്കെ ഉണ്ട് ജസ്റ്റ് താഴെ കമൻറ്റ് ഇട്ടോ വേറെ. അതുപോലെ തന്നെ ആളുടെ പൊസിഷൻ ബൂസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആളെ ലെഫ്റ്റ് മിഡ്ഫീൽഡും കളിപ്പിക്കാം, SS കളിക്കുക, സെൻട്രൽ ഫോർവേഡ് വരെ കളിപ്പിക്കാം. അപ്പോൾ അത്രയും പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലെയറാണ് നമ്മുടെ നിക്കോ റിലി. അപ്പോൾ ഫുൾ ബാക്ക് ഫിനിഷർ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ലെഫ്റ്റ് വിങ് 4-2-4 ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് DMF ഒക്കെ മുകളിൽ കയറി പോവുകയാണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് കവർ ചെയ്ത് നിന്ന് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലേ സ്റ്റൈലാണ് നമ്മളുടെ ഈ ഫുൾ ബാക്ക് ഫിനിഷർ പറയുന്നത്. അപ്പോൾ ഇയാളുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോമൊക്കെ അൺവെയറിങ് ആണ്, ഫോമൊക്കെ സെറ്റ് തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സും വരുന്നുണ്ട് കേട്ടോ മൂപ്പർക്ക്. ഞാൻ എന്തായാലും ആൾക്ക് ലെഫ്റ്റ് ബാക്കിൽ കൊടുക്കാൻ പറ്റിയ സ്റ്റാറ്റ്സ് എന്തായാലും ഇവിടെ പറയാം. സോ ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പ്രോഗ്രഷൻ പറയണത്, 1 ഷൂട്ടിങ്, 4 പാസിങ്, 4 ഡ്രിബിളിങ്, 12 ഡിസ്ചാർജ്, 9 ലോബോട്ട് സ്ട്രെങ്ത്ത്, 4 ഏരിയയിൽ 7 ഡിഫെൻഡിങ് ആണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് വരുന്ന സ്റ്റാറ്റ്സും കാര്യമെല്ലാം മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിറ്ററലി പറയുകയാണെങ്കിൽ ആളെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ലെഫ്റ്റ് ബാക്കിൽ വേറെ ഓപ്ഷൻ ഇല്ല. ഒരു അറ്റാക്കിങ് സ്റ്റൈലിഷായ ഒരു ലെഫ്റ്റ് ബാക്കൊക്കെ വേണമെങ്കിൽ ഈ പ്ലെയറെ പോവാം. റെക്കമെൻഡ് ചെയ്യില്ല ഞാൻ അധികം, കാരണം ഈ പാക്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സിൽ ഏറ്റവും അവസാനം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്ലെയർ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങളെന്തായാലും നോക്കി നോക്ക്. ഞാൻ എന്തായാലും ലെഫ്റ്റ് ബാക്കിനുള്ള പ്രോഗ്രഷനും DMFനും AMFനും അല്ല CMFനും AMFനും വെച്ച പ്രോഗ്രഷനും ആളുടെ എന്തായാലും ഇവിടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ആളുടെ മെയിൻ അഡീഷണൽ സ്കിൽസ് ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് മസ്റ്റായിട്ട് വെയ്റ്റഡ് പാസ് ആഡ് ചെയ്യണം, ബ്ലോക്കർ ആഡ് ചെയ്യണം, ഇൻ്റർസെപ്ഷൻ ആഡ് ചെയ്യണം, ട്രാക്ക് ബാക്ക് ആഡ് ചെയ്യണം, മാൻ മാർക്കിങ് ആഡ് ചെയ്യണം. ഇത്രയും അഡീഷണൽ സ്കിൽ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആളെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കളിപ്പിക്കാൻ പറ്റും. എന്തായാലും നിങ്ങൾ നോക്കി നോക്കിട്ടോ, നോക്കിയിട്ട് എന്തായാലും കളിപ്പിക്കുക. സോ നമുക്ക് എന്തായാലും തേർഡ് പ്ലെയറിൻ്റെ റിവ്യൂലേക്ക് പോകാം. സോ ഇനി നമുക്ക് ഇതിലത്തെ ഏറ്റവും കിടിലൻ പ്ലെയർ, അതായത് ഒറ്റ നോട്ടത്തിൽ എല്ലാവരും എടുക്കാൻ സാധ്യതയുള്ള ഒരു പ്ലെയറാണ് നമ്മുടെ മത്യൂസ് ഡിലൈറ്റ്. സോ മത്യൂസ് ഡിലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെങ്ങായിയുടെ ഒരു കിടിലൻ കാർഡാണ് ഇത് വന്നിരിക്കുന്നത്. ഒന്നും പറയാനില്ല, നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോം പറയുന്നത് സ്റ്റാൻഡേർഡാണ്, അവിടെ കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിലും ആളുടെ നല്ലൊരു കാർഡാണിത്. ഓക്കെ, ബിൽഡപ്പാണ് ആളുടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ മുമ്പ് 2 കാർഡ്സ് ഫ്രീ ആയിട്ട് ഷോർട്ട് ടൈം തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പിന്നെ ഈ കാർഡ് എടുക്കണോണ്ട് വലിയ അർത്ഥമില്ല എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ നിങ്ങൾ റെഡ് ഇന്നെ പോലെ നല്ല അഗ്രസീവായിട്ട് കളിച്ച് റെഡൊക്കെ മേടിക്കുന്ന ആളാണെങ്കിൽ ഇത് ചിലപ്പോൾ ആവശ്യം വരും. മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുടെ ബിൽഡപ്പ് കാർഡ് നല്ല സ്റ്റാറ്റ്സ് ഉണ്ടെങ്കിലും സ്പീഡ് പറഞ്ഞ സാധനം അധികം ഇല്ല ആൾക്ക്. 80-86 നമുക്ക് മുക്കി എത്തിക്കാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് അവിടെ ഡിഫെൻസീവ് സ്റ്റാറ്റ്സ് കുറയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ കമ്പാരിഷൻ പറഞ്ഞ് വേറെ ആരും ഇട്ടല്ല, നമ്മുടെ ഹുയിസൻ. അപ്പോൾ ഹുയിസൻ എനിക്ക് അറിയാലോ, ഹുയിസൻ നമ്മുടെ റയൽ മാഡ്രിഡിൻ്റെ സെൻറ്റർ ബാക്ക് ഒരു കാർഡ് വന്നിരുന്നു ഫ്രീ കാർഡായിട്ട്. അപ്പോൾ അതൊക്കെ എടുത്തവരുണ്ടെങ്കിൽ ഒരിക്കലും ഈ കാർഡിലേക്ക് പോകണ്ട ഞാൻ പറയുള്ളൂ. കാരണം വലിയ വ്യത്യാസമൊന്നുമില്ല സ്റ്റാറ്റ്സ്. ഹുയിസിന് ഇതിനായിട്ടും സ്പീഡും ആക്സലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സെൻറ്റർ ബാക്കിന് വെച്ച്. ചെയ്ത് ഡിഫെൻസീവ് സ്കില്ലുണ്ട്, ഡിഫെൻസീവ് സ്റ്റാറ്റ്സ് ഉണ്ട്, നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് ഡിഫെൻസീവ്ലി. അപ്പോൾ ഹുയിസിനൊക്കെ ഉള്ളവർ ഈ ഡിലേറ്റിന് പോകണ്ട ഞാൻ പറയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മാർക്കിനസ് ഏകദേശം സെയിം സ്റ്റാറ്റ്സ് തന്നെയാണ്, ഡിഫെൻഡിങ് ഒക്കെ പക്കയാണ് ആളുടെയും. ഇപ്പോൾ ഈ 2 കാർഡ്സും ഇടയിലുണ്ട്, 2 ബിൽഡപ്പ് കാർഡാണ്, അതുകൊണ്ടാണ് കമ്പാരിസൺ ചെയ്യുന്നത്. ഇപ്പോൾ കമ്പാരിസൺ വേണമെങ്കിൽ ഞാൻ അവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഉള്ളത്. അപ്പോൾ ഡിലേറ്റിന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാർഡ്സൊക്കെ ഉള്ളവർ എന്തായാലും പോകണ്ട ഞാൻ പറയുള്ളൂ, വലിയ ഉപകാരമില്ല. പിന്നെ ഈ പറഞ്ഞ ഫോമിൻ്റെ ആണ് ഇഞ്ചുറിയോട് വിലക്കേണ്ട ആൾ. അപ്പോൾ റിയൽ ഗെയിമിലത്തെ പെർഫോമൻസ് അനുസരിച്ചാണ് ഇവിടെ ഫോം ഉണ്ടാവുക, കണ്ടീഷൻ ഉണ്ടാവുക. അപ്പോൾ കണ്ടീഷനിലൊക്കെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് എടുക്കുക. എന്തായാലും ആൾക്ക് പറ്റിയ ബെസ്റ്റ് സെൻറ്റർ ബാക്ക് പ്രോഗ്രഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ 4 ഡിസ്ചാർജ് കൊടുക്കുക, 7 ലോബോട്ട് സ്ട്രെങ്ത്ത് കൊടുക്കുക, 11 ഏരിയയിൽ കൊടുക്കുക, 11 ഡിഫെൻഡിങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ സ്റ്റാറ്റ്സ് അത്യാവശ്യം കിടലായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഹെഡിങ് ആയിക്കോട്ടെ, ഡിഫൻസ് സ്കില്ല്, സ്പീഡ് 83 വരെ എത്തിച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ ജമ്പ്, ഫിസിക്കൽ കോൺടാക്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. സോ ആൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന അഡീഷണൽ സ്കിൽസ് പറയുന്നത് സ്ലൈഡ് ഇൻഡാക്കൾ മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ട്രാക്ക് ബാക്ക് മസ്റ്റായിട്ട് ആഡ് ചെയ്യുക, പിന്നെ 1 ടച്ച് പാസ്, ഗെയിംമാൻഷിപ്പ്, ത്രൂ പാസിങ്. സോ ഇത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഡിലേറ്റിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം, നിങ്ങളുടെ കയ്യിൽ മറ്റ കാർഡ്സ് ഹുയിസൻ, മാർക്കിനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന് പോകണ്ടെന്നാണ് പറയുള്ളൂ. എന്തായാലും നിങ്ങൾ നോക്കി നോക്ക്, നിങ്ങളുടെ ഓപ്ഷനാണ്, നോക്കിയിട്ട് എടുക്കുക കേട്ടോ.
സോ നമുക്ക് എന്തായാലും അടുത്ത പ്ലെയറിൻ്റെ റിവ്യൂലേക്ക് പോവാം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇതിലത്തെ ഏറ്റവും ലാസ്റ്റത്തെ പ്ലെയറാണ് നമ്മളുടെ ഫെർഡി കഡു. ചെങ്ങാഴ ഫെർഡി എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, ഫെർഡി. ഓക്കെ, അപ്പോൾ ആളാണ്. സോ ആളൊരു തുർക്കിയുടെ പ്ലെയറാണ്, ബ്രൈറ്റൻ്റെ പ്ലെയറും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആളുടെ പ്രത്യേകത ആൾ ഈ വിങ്സിൽ ഫുള്ള് കളിക്കും. ലെഫ്റ്റ് വിങ് ഫോർവേഡ്, റൈറ്റ് വിങ് ഫോർവേഡ്, ലെഫ്റ്റ് മിഡ്ഫീൽഡ്, റൈറ്റ് മിഡ്ഫീൽഡ്, ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക്, ഈ പൊസിഷൻസൊക്കെ ആൾ കളിക്കും. അപ്പോൾ ആളും ഒരു വെർസറ്റൈൽ പ്ലെയറാണ്. ഓക്കെ, കിഡിലിനാണ്, ഒരു രക്ഷയില പറയാം. അപ്പോൾ അറ്റാക്കിങ് ഫുൾ ബാക്കായിട്ടാണ് ആളുടെ പ്ലേ സ്റ്റൈൽ വന്നിരിക്കുന്നത്. ഫസ്റ്റ് കാണുമ്പോൾ നമുക്കെതിരെ തീരെ ഫെയിമില്ലാത്ത പ്ലെയറാണ് ഇത് കേട്ടോ. ഇപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നത് നിലവിൽ തീരെ ഫെയിമില്ല. പക്ഷേ സ്റ്റാറ്റ്സ് വൈസ് ഒക്കെ നോക്കാം, അത്യാവശ്യം കൊള്ളാം. ഒരു നല്ല എഡ്ജർ ക്രോസിങ് പറഞ്ഞ സ്കില്ലായിട്ടാണ് മൂപ്പര് വന്നിരിക്കുന്നത്. പിന്നെ ഫോം നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡാണ്. അവിടെ കുറച്ച് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. സ്റ്റാൻഡേർഡിന് പോകുന്നുണ്ട്, അതെ സ്റ്റാൻഡേർഡാണ്. ഇഞ്ചറി റെസിസ്റ്റൻസ് ലോയും ആണ്. അപ്പോൾ ഇഞ്ചറിയുടെ ഒരു പ്രശ്നം വല്ലാണ്ട് നിലത്തും. പിന്നെ നമ്മൾ ലെഫ്റ്റ് ബാക്കാണ് അധികം ഇയാളെ കളിപ്പിക്കുന്നത്. അപ്പോൾ അവിടേക്ക് അധികം വെട്ടി കിട്ടാൻ ചാൻസ് ഇല്ല. മിക്കപ്പോഴും നമ്മൾ ഫ്രണ്ടിൽ ട്രിപ്പിൾ ചെയ്ത് കളിക്കുമ്പോഴാണല്ലോ വെട്ടി കൊല്ലാറ്. അപ്പോൾ അങ്ങനെ ഒരു സീൻ വരില്ല, വലിയ പ്രശ്നമില്ല പറയാം. എങ്കിൽ കൂടിയും അത്രയ്ക്കും അങ്ങോട്ട് ഹൈപ്പ് കൊടുക്കാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എഡ്ജർ ക്രോസിംഗ് ആണ് അതിന് മെയിനായിട്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു സ്റ്റാറ്റ്സ് നമ്മുടെ കൊണാമി ഈ പ്ലെയറിന് കൊടുത്തിട്ടില്ല. അതുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് കണ്ടറിയാം. ഞാൻ സാധാ സ്റ്റാറ്റ്സ് കാണിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ. അപ്പോൾ അതിനുള്ള സ്റ്റാറ്റ്സ് കൊണാമി കൊടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതിലൊരു നിരാശ ഉണ്ടെങ്കിലും പക്ഷേ നമുക്ക് അഡീഷണൽ ആയിട്ട് ആൾക്ക് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റാറ്റ്സ് കൊടുക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആൾക്ക് കൊടുത്തിരിക്കുന്ന പ്രോഗ്രഷൻ പറഞ്ഞുതരാം. സോ ആൾക്ക് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന പ്രോഗ്രഷൻ പറയണത് പാസിങ് 8, 4 ഡ്രിബിളിങ്, 6 ഡിസ്ചാർജ്, 12 ലോബോട്ട് സ്ട്രെങ്ത്, 4 ഏരിയയിൽ 8 ഡിഫെൻഡിങ് ആണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഇതിൽ വരുന്നുണ്ട്. എങ്കിൽ കൂടിയും ഒരു ബിലോ ആവറേജ് സ്റ്റാറ്റ്സ് ഫോർ എ എഡ്ജർ ക്രോസിംഗ് പ്ലെയറാണ് ഞാൻ പറയുള്ളൂ. അത്രയ്ക്കുള്ളൂ മൂപ്പരെ. ഇനിയിപ്പോൾ നമുക്ക് ലെഫ്റ്റ് മിഡ്ഫീൽഡ്, ലെഫ്റ്റ് വിങ് ഫോർവേഡൊക്കെ ആയിട്ട് ആൾ യൂസ് ചെയ്യുക അവിടെ എഡ്ജർ ക്രോസിംഗ് ആയിട്ട്. സോ അതിനെ ഒന്നുകൂടി സ്റ്റാറ്റ്സ് കൊടുത്തിട്ട് വേറെ ഞാൻ കാണിച്ചു തരാം എന്തായാലും. സോ സ്പീഡിൻ്റെ കാര്യം ഒന്നും പറയാല്ല, ആൾ സ്പീഡ് വേറെ ലെവലാണ്. ഓക്കെ, സ്പീഡ് പക്കയാണ്, 95-ൻ്റെ മുകളിലുണ്ട്. അതുപോലെ തന്നെ ആക്സലറേഷൻ ഉണ്ട്, കിക്കിംഗ് പവർ ഉണ്ട്, അത്യാവശ്യം സ്റ്റാമിന 99-100 ഉണ്ട്. ഫുൾ ടൈം ആളെ പറത്തി കളിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ പ്രശ്നം വെച്ചാൽ ഇഞ്ചുറി റെസിസ്റ്റൻസും ഫോമും ആണ്. പിന്നെ ആളുടെ ഈ ബ്രൈറ്റനത്തെ കളിയൊന്നും ഞാൻ കണ്ടിട്ടില്ല, തുർക്കിയത്തെ ആണെങ്കിലും ഞാൻ തീരെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട് ജസ്റ്റ് താഴെ കമൻറ്റ് ഇട്ട് എങ്ങനെ പെർഫോമൻസ് ഒക്കെ. അപ്പോൾ ആൾക്ക് വേണ്ട അഡീഷണൽ സ്കിൽസ് പറയുന്നത് ത്രൂ പാസിങ്, ട്രാക്ക് ബാക്ക്, ഫൈറ്റിംഗ് സ്പിരിറ്റ്, ബ്ലോക്കർ, സ്ലൈഡ് ആൻഡ് ടാക്കിൾ. സോ ഇത്രയും കൊടുത്തതിന് ആൾ ലെഫ്റ്റ് ബാക്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിപ്പിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒഫൻസീവ് ഫുൾ ബാക്കാണ് ആൾ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ടാവും. ഓക്കെ, ബാക്കിൽ ഡിഫൻസീവ് സ്റ്റാറ്റ്സ് ഒക്കെ ഭയങ്കര കുറവ് തന്നെയാണ്. ഓക്കെ, സോ അതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആളെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിപ്പിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷ. ഞാൻ റെക്കമെൻഡ് ചെയ്യും ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ട് കളിപ്പിച്ചാൽ മതി. കളിപ്പിക്കുകയാണെങ്കിലും ഉപരെ ആ രീതിക്ക് സ്റ്റാറ്റ്സ് കൊടുത്തിട്ട് ഓക്കെ, അതായിരിക്കും ബെറ്റർ. അപ്പോൾ എന്തായാലും 4 പ്ലേയേഴ്സിൻ്റെയും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണമാണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഒരുവിധം കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്നാ ചൂസ് ചെയ്യാൻ ചാൻസ് കൂടുതൽ കിമിച്ചിന് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും കിമിച്ചിനെ വേണമെന്നൊരു ആഗ്രഹമുള്ളൊരു ഒരാളാണ് ഞാൻ. കിമിച്ചിൻ്റെ സാധാ മറ്റേ ടൈപ്പ് കാർഡ്സൊക്കെ ഒന്ന് കുറേ മിസ്സായി പോയിട്ടുണ്ട്. പക്ഷേ ഈ കാർഡ് എങ്ങനെയും കയ്യിൽ വരുത്തണം എന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഡിലേറ്റ് ആയിരിക്കും. കുറച്ച് കാർഡ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ FQP പ്ലേസിനൊക്കെ ബെസ്റ്റായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഹുയിസനും മാർക്കിനോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡിലേറ്റിന് പോകേണ്ട ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സാബിലൻസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇവന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിമിച്ചിന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയുള്ളൂ. നല്ല ഓപ്ഷൻ അത്രയ്ക്കൊന്നുമില്ല. എങ്കിൽ കൂടി നിങ്ങൾക്ക് റൈറ്റ് ബാക്കിലും വേറൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ പ്ലെയറിന് നോക്കുക. പക്ഷേ അവിടെ കളിപ്പിക്കും 2 പ്ലേ സ്റ്റൈലായിരിക്കും, അത് നോക്കുക. പിന്നെ മറ്റു 2 പ്ലേയേഴ്സിന് നിങ്ങൾ നോക്കിയെടുത്താൽ മതി, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ഒരു മാഞ്ചസ്റ്റർ സിറ്റി ഫാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിക്കോറിലിനെ എടുത്തൊന്നും നോക്കണ്ട, ലാഭം തന്നെയാണ്. ചെക്ക് എന്തായാലും അവിടെ കുറേ നാളുണ്ടാവും, ഇനി അത് ഉറപ്പുള്ള കാര്യം. കാരണം അവൻ്റേതായ ഒരു പേര് അവൻ അവിടെ പതിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ എന്തായാലും ഗൈസ് ഇത്രയും പേരുടെ ഡീറ്റെയിൽസ് ഞാൻ ഇവരൊക്കെ ബൂസ്റ്റർ ആ ഫോട്ടോയിനെ കൊടുത്തിട്ടുണ്ട്. ബൂസ്റ്റർ പറയാൻ മറന്നു, എന്നാലും ഞാൻ പറയാണ്. അവർക്കുള്ള ഇതൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടിയും പറയാൻ വേണമെങ്കിൽ സോ ഡിലൈറ്റിന് കൊടുത്തിരിക്കുന്നത് ഡിഫെൻഡിങ് പറഞ്ഞ ബൂസ്റ്ററാണ്. അതുപോലെ തന്നെ ഓഫ് ദി ബോളാണ് നമ്മുടെ നിക്കോറിലിക്ക്, പിന്നെ ഓഫ് ദി ബോളാണ് പിന്നെ മറ്റേ ഫെർഡിക്ക്, പിന്നെ കിമിച്ചിനുള്ള ഡ്യൂലിംഗ് ആണ്. സോ ഇത്രയും പേർക്കാണ് നമ്മൾ ഈ ബൂസ്റ്റർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും പ്ലേയേഴ്സ് വരുമ്പോൾ ഇനി 28-ാം തീയതി കഴിയും. പ്ലേസൊക്കെ വന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇറക്കാം കേട്ടോ, സാധാ ഇറക്കണ പോലെ. ഓക്കെ, പ്രശ്നമൊന്നുമില്ലോ. അപ്പോൾ അപ്പോഴേക്കും എന്തായാലും ഇറക്കി വിടാം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ, നിങ്ങൾ ഇനി റോങ് ആയിട്ട് ഡിസിഷൻ എടുക്കണ്ട എന്നുള്ള അറിഞ്ഞിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കണം കേട്ടോ, വേറെ ഒന്നല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതായിരിക്കും ബൈ.